നോക്കി നോക്ക്. ഭാനുമേ, ഭാനുമയ്ക്കുള്ള വിഷുക്കോടി ഇപ്പൊ തന്നെ വാങ്ങിച്ചോ. നാളെ രാവിലെ ഞാനും പ്രതിഭയും ഇവളുടെ വീട്ടിലേക്ക് പോകും. ഞാൻ വിചാരിച്ചത് നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ പോയി കാണുന്ന. ഇന്ദ്രൻ അനുപമയും കൂട്ടി തലേ ദിവസം തന്നെ പഞ്ചരത്നത്തിലേക്ക് പോകുമായിരുന്നല്ലോ. അതവളുടെ അഹങ്കാരത്തിന് വിളിച്ചോണ്ട് പോകുന്നല്ലേ, അല്ലാതെ അവൻ അവിടെ പോയി ചടഞ്ഞിരിക്കാനൊന്നും ഇഷ്ടം ഉണ്ടായിട്ടല്ല. വെറുതെ അല്ല നേരത്തെ കാലത്തെ എല്ലാം തീർന്നു പോയത്. ഏതായാലും ആ ബാധ്യത തലേന്നൊന്ന് ഇറക്കി വെച്ചതോടെ എന്റെ മകനൊരു സമാധാനമുണ്ട്. ആര് പറഞ്ഞു സുശീലേ നിന്റെ മകനെ വലിയ മനസമാധാനത്തിലാ ജീവിക്കുന്നതെന്ന്? ഇന്ദ്രൻ അവന്റെ ഭാര്യയും മകനും ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് നീ മാത്രമേ പറയൂ. നിങ്ങൾ അവളുടെ ആളാണല്ലോ, അവൾക്ക് അനുകൂലമായേ പറയൂ. വിഷുവിന് വല്ലതും കിട്ടുമെന്ന് കരുതിയല്ലേ ഓടി വന്നത്. നിങ്ങൾക്ക് അവിടെ എങ്ങനെ ഇരുന്നാ പോരെ തള്ളേ? എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അമ്മേ, അവര് പറഞ്ഞത് കേട്ടില്ലടാ നീ? നിന്റെ ഏട്ടൻ സമാധാനം ഇല്ലാതെ ഓടി നടക്കുകയാണെന്ന്. ഭാനുമ്മയ്ക്ക് അറിയാവുന്ന കാര്യം ഭാനുമ്മ പറയുന്നു, അതിന് അമ്മ എന്തിനിങ്ങനെ ചൂടാവുന്നേ? എന്റെ വീട്ടിൽ വന്നു നിന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അനുപമയും മോനും ഇല്ലെങ്കിൽ ഇന്ദ്രൻ അങ്ങ് ഒലിച്ചു പോകുന്ന ഇവര് പറഞ്ഞാ ഞാനത് കേട്ട് നിൽക്കണോ? അയ്യോ, ഞാൻ ഇന്ദ്രൻ ഒലിച്ചു പോകുന്നൊന്നും അല്ല സുശീല പറഞ്ഞത്. അവൻ അവന്റെ കടമകൾ ചെയ്തുകൊണ്ട് തന്നെയാ മുന്നോട്ട് പോകുന്നത്. ദേ, അവൻ ഇന്ന് അനുപമയുടെ വീട്ടിൽ വന്നേ വിച്ചു മോനും വിഷുക്കോടിയും കൈനീട്ടവും നൽകി. എന്തായാലും അതിന്റെ സമാധാനം അവന് കിട്ടും. തൽക്കാലം അത് മതി. നിങ്ങൾ ആഘോഷമൊക്കെ തുടങ്ങിയോ? ഇന്ദ്രേട്ടാ, ശ്യാം, കുറച്ച് പടക്കം ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. ഞാൻ ആവശ്യത്തിന് വാങ്ങിയിട്ടുണ്ട് ഇന്ദ്രേട്ടാ. എന്തായാലും സാരമില്ല, പടക്കമല്ലേ, നമുക്ക് പൊട്ടിച്ച് തീർക്കാം. അനുപമ എത്തിയോ? അനുപമയ്ക്ക് ഞാൻ കൊടുത്ത വിഷുക്കോടി അവള് തിരിച്ചു തന്ന കാര്യമൊക്കെ ഭാനുവമ്മ ഇവിടെ പറഞ്ഞു കാണുമല്ലേ? ഓ, ആ ദേഷ്യത്തിലാവും അമ്മ മുഖം വീർപ്പിച്ചിങ്ങനെ നിൽക്കുന്നത്. വിച്ചുമോന്റെ കാര്യത്തില് എനിക്കൊരു കടമയില്ല അമ്മ. ഞാൻ അത് ചെയ്യാനാ പോയത്. കൂട്ടത്തില് അവനെ നന്നായിട്ട് നോക്കുന്നതില് അനുവിനൊരു സാരിയും വാങ്ങി. പക്ഷെ അവളത് വാങ്ങിച്ചില്ല. വേണ്ട, ഒരു കുഴപ്പമില്ല. അവൾ എന്നെ നിഷേധിച്ചതിന്റെ ഓർമ്മയ്ക്ക് ഞാനിത് സൂക്ഷിച്ചു വെച്ചോളാം. നീ അവക്ക് വേണ്ടി ഒരു സ്മാരകം കൂടി പടുത്ത് വെക്കണേ ഇവിടെ. നിന്റെ അമ്മയുടെ മുഖത്തടിച്ചവളല്ലേ? സൂക്ഷിക്കും പോലും. അവള് വേണ്ടെന്ന് വെച്ച് വല്ല കുപ്പത്തട്ടിയിലും കളയുന്നതിന് പകരം അത് ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വരാൻ നിനക്ക് എങ്ങനെ തോന്നി ഇന്ദിര? അമ്മ, അത് ഞാൻ വെച്ചോളാം. എങ്ങതാ നീ എങ്ങും വെക്കണ്ട. ഇതെന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. എന്ത് ചെയ്യാൻ പോവാ അമ്മ? അമ്മ എവിടെ പോവാ? അവന്റെ ഒരു സമ്മാനം. അമ്മ, അമ്മ അമ്മ എന്താ ചെയ്യുന്നേ? അമ്മ, നിനക്കിതൊക്കെ കാണുമ്പോ വിഷമം തോന്നുന്നുണ്ടോ? എങ്കിൽ നീ ഇവിടെ നിന്ന് വിഷമിക്കുമ്പോ അവൾ അവളുടെ വീട്ടിൽ ആഘോഷിക്കുക. പഞ്ചരത്നത്തിൽ ഇന്ന് നീയെ ഇല്ലാതിരിക്കൂ, ബാക്കി എല്ലാവരും ഉണ്ടാവും അവിടെ. അവരെല്ലാവരും അവളോടൊപ്പം ചേർന്ന് നിന്നെ പരിഹസിക്കായിരിക്കും ഇന്ദിര.
ശ്രദ്ധിക്കെല്ലാരും. രഘുവേട്ടാ. ചിരു. അമ്മേ അത് നോക്ക്. എന്താ ചേട്ടി? ഒന്നുമില്ല രഘുവേട്ടാ, ഏ ഫ്രണ്ട്സ്. നീ മാറി നിൽക്കണ്ട, അങ്ങോട്ട് വന്നേ. നീ എന്തിനാ മോളെ ഇവിടെ നിൽക്കുന്ന? അങ്ങോട്ട് ചെല്ല്. ആ ചെല്ല് മോളെ. ചേച്ചി മാറി നിൽക്ക്. വേണ്ട അത് നോക്ക്.